ഞാൻ അപ്രോച്ച് ചെയ്യില്ല ഇനിമേ. ബിക്കോസ് ഞാൻ അപ്രോച്ച് ചെയ്തല്ലേ എനിക്ക് തന്നെ തേച്ചിട്ട് പോയി. വലിയ കാറൊക്കെ എടുത്തത് ഞാൻ കണ്ടു. ബെൻസോ കണ്ടോ? അതെല്ലാരും വിചാരിക്കും ഞാൻ ഏതോ ഒറ്റ കാശുണ്ട്, ലോണിലുണ്ട്. ഞാൻ വിചാരിച്ചു 25 വയസ്സിനുള്ളിൽ കല്യാണമായി, 27 വയസ്സിനുള്ളിൽ ഒരു അമ്മയാവണം, 30 വയസ്സിൽ ഇനി ഒരു കുട്ടി ഉണ്ടാക്കണം. ഇത്രയും കാശ് സമ്പാദിക്കുന്ന, ഇത്രയും സംസാരിക്കുന്ന ഒരു കുട്ടിയെ തേടി ആരും വരുന്നില്ല. എന്തിനാ എല്ലാരും വിചാരിക്കുന്നത് ഞാൻ ഓൾറെഡി ഒരാളെ വെച്ചിട്ടുണ്ടെന്ന്. ശിവാംഗി കൃഷ്ണകുമാർ. ശിവാംഗി കൃഷ്ണകുമാർ. ബെഞ്ചിങ്ങിൽ വല്ല താല്പര്യമുണ്ടോ? എന്ത് ബെഞ്ചിങ്? ബെഞ്ചിങ്ങാ? ആ, അങ്ങനെ നല്ല കുട്ടി കേട്ടോ. എന്റെ ചേച്ചിക്കറിയാം ബെഞ്ചിങ്. ഉണ്ണിമുകുന്ദനോട് ചെറിയൊരു ക്രഷ് ഉണ്ടെന്നാണ് പറഞ്ഞു വന്നേക്കുന്നത്. എനിക്ക് നിറയെ പേരുടെ ക്രഷ് ഉണ്ട്. ഫസ്റ്റ് ഉണ്ണിമുകുന്ദൻ, സെക്കൻഡ് വന്ന് ധ്രുവ് വിക്രം, തേർഡ് വന്ന് മലയാളികളെ കുറെ പേരുണ്ട്, ആസിഫ് അലി. ആ കല്യാണം കഴിഞ്ഞു, കുഴപ്പമില്ല. എന്നിട്ട് എത്ര കുട്ടികളാണ് വേണം എന്ന് ആലോചിച്ചിരുന്നത്? അപ്പൊ 26-ല് 1, 30-നുള്ളിൽ 2 ഫിനിഷ്. ഇല്ലേ? അതെ, ഇന്നാണ് ഞാൻ വന്ന് ഒരു LKG പ്ലാൻ ചോദിച്ചത്. LKGന് 1.5 ലക്ഷം രൂപയാണ് ഇന്ന് ഫീസ്. അപ്പൊ എങ്ങനെ ഞാൻ വന്ന് എല്ലാവർക്കും ഇത്ര കുട്ടികളെ ഉണ്ടാക്കി ആരവർക്ക് കാശ് കൊടുക്കും? ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. ഡിജിറ്റൽ രംഗത്തെ, ഡിജിറ്റലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അവാർഡ് നിശയിലേക്ക് നമ്മളിവിടെ ഇതാ വീണ്ടും കാലെടുത്ത് വയ്ക്കുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റിംഗ് ഡാസ്ലർ എറ്റർണ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2026ലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് നല്ലൊരു എനർജിയോടെ, ഒരു കൈയടിയോടെ ഒന്ന് തുടങ്ങിയാലോ? കാരണം ഡിജിറ്റൽ രംഗത്തെ ഏറ്റവും പ്രമുഖരെ ആദരിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു രാവിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിജിറ്റൽ രംഗത്ത് കൃത്യമായിട്ടുള്ള മൈൽ സ്റ്റോൺസ് രേഖപ്പെടുത്തിയിട്ടുള്ള മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആണ് ഞങ്ങളുടെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസിൻ്റെ 2ാമത്തെ എഡീഷനുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. നമുക്കറിയാം 2025-ലാണ് അന്ന് വരെ ഡിജിറ്റൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്ന വലിയൊരു താരനിശ ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അണിനിരത്തുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇതാ TV അവാർഡ്സ്, എൻ്റർടൈൻമെൻറ്റ് അവാർഡ്സ്, പിന്നെ സുന്ദരികളെ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് സൂപ്പർ സുന്ദരി എന്ന ഷോയും ഒക്കെ ആയിട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഇതാ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ഡെയിലി വ്യൂസിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഡെയിലി വ്യൂവർഷിപ്പ് ഉണ്ട് എന്നൊരു അഹങ്കാരം കൂടി ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനുണ്ട്. സോ അതുമാത്രമല്ല, മോർ ദാൻ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വലിയ ഫാമിലി ആയിട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് മാറാൻ സാധിച്ചു. സോ നിങ്ങൾക്ക് മുന്നിലേക്ക് അഭിമാന പുരസ്സരം ഞങ്ങൾ ഇതാ പ്രസന്റ് ചെയ്യാൻ പോവാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റിംഗ് ഡാസ്ലർ എറ്റർണ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2026 സെലിബ്രേറ്റഡ് ബൈ ലെസ്വാൻ, എ യുണീക് സിഗ്നേച്ചർ. ഞങ്ങളുടെ ഇന്നത്തെ വെന്യൂ പാർട്ട്ണർ വോക്ക് അവന്യൂ കൺവെൻഷൻ സെൻറ്റർ, ഞങ്ങളുടെ റിഫ്രഷ്മെൻറ്റ് പാർട്ട്ണർ മുസറീസ് ചോയ്സ്, കോ സ്പോൺസർഡ് ബൈ ആച്ചി മസാല, ദ മദർ ഓഫ് ഗുഡ് ടേസ്റ്റ്, ഞങ്ങളുടെ ഹനാസ് സ്റ്റുഡൻസ് ഇന്ത്യ, അറബ് എക്സ്പ്രസ് ബിസിനസ് സെൻറ്റർ, പറക്കാട് ജുവൽസ്, കൂടാതെ ഞങ്ങളുടെ ഇന്നത്തെ ട്രാവൽ പാർട്ട്ണർ ടച്ച്, തമീസ്, ഗ്രീൻ പാർട്ട്ണർ ഹാർവിയോറ, IT പാർട്ട്ണർ ബെസ്ലിൻ ടെക്നോളജീസ്. സോ നല്ലൊരു കൈയടിയോടെ നമുക്കൊന്ന് ആരംഭിച്ചാലോ? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം 2ാമത്തെ തവണയും ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഫാമിലി എന്നെ വിളിച്ചപ്പോൾ ഒരു പൊങ്കാലയൊക്കെ കഴിഞ്ഞ് പൊങ്കാലയുടെ ക്ഷീണം തീർത്ത് ഇന്നിവിടെ എത്തിയിരിക്കുകയാണ്. ഒരു പുതിയ മീരയായിട്ട് എത്തണം എന്നാണ് മൈൽ സ്റ്റോണിൻ്റെ ഫാമിലി എന്നോട് പറഞ്ഞിരിക്കുന്നത്. സോ ദിവസത്തിൽ 2 ട്രോൾ എന്നുള്ളത് മാറ്റി ആഴ്ചയിൽ ഒരു 3-4 ട്രോൾ ആക്കാനുള്ള ഒരു ഉഗ്ര ശബ്ദവുമായിട്ടാണ് ഇന്നത്തെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസിൽ ഞാൻ എത്തിയിരിക്കുന്നത്. സോ പൊങ്കാല വിശേഷത്തോടെ ഞങ്ങളുടെ ഇന്നത്തെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് ഞങ്ങളിവിടെ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. സോ എല്ലാവരും കാണാൻ കാത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഡിജിറ്റൽ രംഗം കൈയടക്കിയ ആ താരങ്ങൾ ആരാണ് എന്നൊക്കെയാണ്. പല മേഖലയിൽ താരങ്ങളായവരെയാണ് ഇന്ന് ഞങ്ങൾ ഈ വേദിയിൽ ആദരിക്കാൻ പോകുന്നത്. സോ ആദ്യത്തെ അവാർഡിലേക്ക് നമുക്കൊന്ന് കടന്നാലോ? ഡിജിറ്റൽ രംഗത്ത് ഏറ്റവും വലിയ അവാർഡ് നൈറ്റ്സ് കണ്ടക്ട് ചെയ്തത്, ലാർജ് സ്കെയിൽ ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്തത് നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് തന്നെയാണ്. സോ അതിനുവേണ്ടി മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഫാമിലിക്ക് ഒരു വലിയ കൈയടി നൽകിക്കൊണ്ടാണ് പേഴ്സണലി ഇന്നത്തെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് ഡാസ്ലർ എറ്റർണ അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ലെന ചേച്ചിയാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ആ കാറ്റഗറി ഏതാണെന്ന് ചേച്ചി അനൗൺസ് ചെയ്യുന്നു. കാറ്റഗറി ഡാസ്ലർ എറ്റർണ ഡിജിറ്റൽ ക്വീൻ 2025.
ഡാസ്ലർ എറ്റാണ് ഡിജിറ്റൽ ക്വീൻ. ഡിജിറ്റൽ രംഗത്തെ രാജ്ഞി ആരാണെന്ന് നമ്മൾ അറിയാൻ പോകുന്നു. ചേച്ചി, ആരാണ് ആ കിരീടം ചൂടിയ രാജ്ഞി? ആരാണ്? Any guesses? കേട്ടില്ല. ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടിയ വീഡിയോസ് എല്ലാം തന്നെ സൂപ്പർ സെൻസേഷണൽ, സൂപ്പർ വൈറലാക്കിയ, മലയാളക്കര കീഴടക്കിയ ആ റാണി ആരാണെന്ന്? Shivangi Krishnakumar. ശിവാംഗി കൃഷ്ണകുമാർ. ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസിലെ ഞങ്ങളുടെ ഡിജിറ്റൽ ക്വീൻ ശിവാംഗി. നല്ലൊരു കൈയടി നൽകാം. ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ വൈറൽ കണ്ടന്റുകൾ, സെൻസേഷൻസ് ഒക്കെ തന്നെ വീഡിയോസ്. ഇനി സൈചേട്ടനാണ് ഡാസ്ലർ നൽകുന്ന ഗിഫ്റ്റ് കൂടി നൽകുന്നത്. സർട്ടിഫിക്കറ്റ് നൽകുന്നത് ലെന മാം ആണ്. ലെന മാം ആണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് ആണ് ലെന ചേച്ചി നൽകാൻ പോകുന്നത്. ലെന ചേച്ചി, പ്ലീസ് ഡു ദി ഓണർ. സർട്ടിഫിക്കറ്റ് കൂടി നൽകണം. ഞങ്ങളുടെ ഡാസ്ലർ ഡിജിറ്റൽ ക്വീൻ 2025 ശിവാംഗി കൃഷ്ണകുമാർ. സോ ലെന ചേച്ചി, ഒരു ക്രൗൺ കൂടി ഞങ്ങൾ ഒന്ന് ചൂടിക്കൊടുക്കുകയാണ്. ഞങ്ങളുടെ ഡിജിറ്റലിന്റെ തന്നെ താരറാണി ആയതുകൊണ്ട് ശിവാംഗിക്കുള്ള ഒരു ക്രൗൺ സൈചേട്ടൻ കൂടി ഒന്ന് ഷെയർ ചെയ്ത് സൈചേട്ടന്റെ വൈഫിനോട് ഞങ്ങൾ പറഞ്ഞേക്കാം, ഒന്നും പേടിക്കണ്ട, ജസ്റ്റ് ഒരു ക്രൗൺ കൂടി ചൂടി കൊടുക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഡിജിറ്റൽ ക്വീൻ 2025 ശിവാംഗി കൃഷ്ണകുമാർ. സോ ലെന ചേച്ചി, സൈചേട്ട, താങ്ക്സ് എ ടൺ. രണ്ടുപേരെയും സീറ്റഡ് ആക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യും. വളരെയധികം നന്ദിയുണ്ട് ഇവിടെ എന്നെ ക്ഷണിച്ചതിനും എന്നെ ഈ അവാർഡ് തന്ന് ആദരിച്ചതിനും. നിങ്ങളെല്ലാവരുമാണ് ശരിക്കും നമ്മുടെ കൾച്ചറിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഐ തിങ്ക് ഡിജിറ്റൽ മീഡിയ ക്രിയേറ്റേഴ്സ് ഹാവ് എ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ചേച്ചിയോടൊപ്പം ഉണ്ട്. താങ്ക് യു സോ മച്ച് സർ ഫോർ ബീങ് ഹിയർ. രണ്ടുപേരും It was actually lovely seeing you together tonight. And Shivangi Krishnakumar. Thank you. My God. I was actually longing to meet you out. താങ്ക് യു സോ മച്ച്. Oh wow. ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട്. എന്താണ് ഈ ഒരു എല്ലാ വീഡിയോസ് എങ്ങനെയാണ് ഇങ്ങനെ വൈറലാക്കാൻ പറ്റുന്നത് ശിവാംഗി? അതൊരു ദൈവാധീനം കൊണ്ടാണ്. ആൻഡ് എൻ്റെ കുടുംബം ഭയങ്കരമായിട്ട് പ്രാർത്ഥന എല്ലാം ചെയ്യും. അതുകൊണ്ട് എനിക്ക് വന്ന് ആ ഒരു ബ്ലെസ്സിങ്സ്. ആൻഡ് ഞാൻ ആക്ച്വലി എന്താണെന്ന് ഇത്ര മലയാളികൾ ഇരിക്കുന്നു അല്ലേ, എനിക്ക് ശരിക്കും മലയാളം പോലും സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, എന്നാൽ എല്ലാവരെയും ട്രോൾ ആക്കുന്ന മാതിരി എന്നെ ട്രോൾ ചെയ്ത് എന്നെ അക്സെപ്റ്റേ ചെയ്യില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇത്ര അക്സെപ്റ്റ് ചെയ്തു, എനിക്ക് അതുവേ വന്ന് ഭയങ്കര സന്തോഷമാണ്. സൂപ്പർ. ആദ്യം ഒരു വലിയ കൈയടി കൊടുക്കാം. കാരണം 25 ഇത്രയും കൂടുതൽ വീഡിയോസിന്, ഇത്രയും ഡെയിലി വ്യൂവർഷിപ്പ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിനായാലും ബാക്കിയുള്ള എല്ലാ ഡിജിറ്റൽ പേജുകൾക്കും കൊടുത്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. അത് ഭയങ്കര ഒരു അത്ഭുതം. എന്താന്ന് വെച്ചാൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് കെന്നായിരിക്കുന്നു അല്ലേ, എൻ്റെ വീട്ടിൽ താഴെ വന്ന് ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കൊടുക്കാൻ ഒരു മൂഡില്ലായിരുന്നു. ഞാൻ വന്ന് കയ്യിൽ വന്ന് കിട്ടിയ ഡ്രസ്സ് അതെല്ലാം ഇട്ടോ, അമ്മ ആണെങ്കിൽ റൂമിൽ വന്ന് ഇറങ്ങി വാടി എന്നെല്ലാം പറഞ്ഞ് എന്നെ തിട്ടി. എന്നിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തത്. ശരിയെന്നോ നോക്കിയാൽ കെന്നയുടെ വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ വന്ന് സംസാരിച്ച് ഒരു 3 മണിക്കൂർ ഇൻ്റർവ്യൂ പോയി. പക്ഷേ ആ ഇൻ്റർവ്യൂ കാരണമാണ് ഇന്ന് എനിക്ക് വന്ന് കേരളത്തിൽ കുറേ പേർക്ക് എന്നെ അറിയുന്നത്. സൂപ്പർ. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്കറിയാം ഇത്രയും വ്യൂസിന് ഇത്രയും പൈസയൊക്കെ യൂട്യൂബ് ഡിജിറ്റൽ മീഡിയ തരും എന്ന് നമുക്കറിയാം, ചേച്ചിക്ക് അറിയാം. അപ്പോൾ ഇത്രയും പൈസയൊക്കെ എന്ത് ചെയ്യുന്നു ഈ ചെറിയ പ്രായത്തിൽ? പൈസയാ? ഞാൻ യൂട്യൂബിലിട്ട് ഒരു കുറേ നാളായി, അത്ര ഇടാറില്ല ഇപ്പം. അല്ല, മറ്റുള്ള കാരണം യൂട്യൂബ് ചാനലിലെല്ലാം കൊടുക്കുന്നില്ലേ യുവർ ഇന്റർവ്യൂ, യുവർ കണ്ടന്റ്. ഞാൻ എവിടെ സമ്പാദിക്കുന്നു? അവരല്ലേ സമ്പാദിക്കുന്നത്. ഒന്നും പൈസയൊന്നും തരുന്നില്ല? ഇല്ല. ഓ മൈ ഗോഡ്. അപ്പോൾ സ്നേഹത്തിന് വേണ്ടിയാണോ ഇത് കൊടുക്കുന്നത്? മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അത്ര ഇന്റർവ്യൂ വ്യൂസ് പോയി, ഒരു പാതി ഷെയർ എനിക്ക് വേണം ആക്ച്വലി. ഓ മൈ ഗോഡ്. ഷാൽവിൻ, മിനിമം 1 കോടിയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിന് കൊടുക്കണം. ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരു കിരീടത്തിൽ ഇത് ഒതുക്കാന്ന് വിചാരിക്കണ്ട. കറക്റ്റ്. ഞാൻ വന്ന് ഇന്റർവ്യൂവിൽ എന്താ ആക്ച്വലി ഇന്റർവ്യൂ കൊടുക്കുന്നത് എന്താ, നിങ്ങൾക്കൊരു പബ്ലിസിറ്റി, അറ്റ് ദ സെയിം ടൈം ഞങ്ങൾക്കും ഒരു പബ്ലിസിറ്റിയാണ്. സോ അതുകൊണ്ട് ആ ഒരു ടേംസിൽ നമ്മൾ ഒന്ന് പോയി ജാലിയ സംസാരിച്ചിട്ട് വരണം. ഓക്കെ. പക്ഷേ ഇത്രയും വരുമ്പോൾ ഭയങ്കര സുന്ദരിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ വൈറ്റ് ഡ്രസ്സിൽ എനിക്ക് തോന്നുന്നു ഈ ഫെയറി ടെയിലെ പ്രിൻസസ് ഒക്കെ വരുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഫെയറി ടെയിലെ പ്രിൻസിനെ പറ്റി പറയണം. ഇത് എവിടെ തിരിഞ്ഞാലും ഈ ഒരു ക്വസ്റ്റ്യൻ എന്നെ ഒന്ന് വിടുന്നേലപ്പാ. എനിക്കൊന്ന് എന്താന്നാ, ലെന ചേച്ചിയുടെ സ്റ്റോറി സൂപ്പർ ഉണ്ടായിരുന്നു. ഞാൻ വന്ന് എവിടെയെങ്കിലും ആരെങ്കിലും എന്നെ ഇന്റർവ്യൂ കണ്ട് എന്നെ വന്ന് സാർ മാരി വന്ന് പ്രപ്പോസ് ചെയ്യും. അത്ര അല്ല,
ഞാൻ നോക്കുന്നതല്ല, വർക്കൗട്ട് ആവുന്നില്ല. ആരെങ്കിലും ഇന്റർവ്യൂ കണ്ട് എന്നെ തേടി വന്നാലേ ഉള്ളൂ. ഇത്രയും സൗന്ദര്യമുള്ള, ഇത്രയും കാശ് സമ്പാദിക്കുന്ന, ഇത്രയും സംസാരിക്കുന്ന ഒരു കുട്ടിയെ തേടി ആരും വരുന്നില്ല. എന്തിനാ എല്ലാരും വിചാരിക്കുന്നത് ഞാൻ ഓൾറെഡി ഒരാളെ വെച്ചിട്ടുണ്ടെന്ന്. അതൊന്ന്. ഇന്നൊന്ന് വേറെ ചില പ്രോബ്ലങ്ങളുണ്ട്. വേറെ ചില പ്രോബ്ലം പറഞ്ഞ ഒരു പ്രോബ്ലം சொல்ல முடியுமா? അതെന്നാ പ്രോബ്ലംന്നാ, ഞാൻ എല്ലാരും വിചാരിക്കാണ് ഞാൻ വന്ന് ഭയങ്കരമായിട്ട് എതിർപ്പാക്കും. ഇത് എന്തെന്നാ എതിർപ്പാക്കും ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻ വെച്ചിട്ടുണ്ടാവും അങ്ങനെ എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല അല്ല. അപ്പൊ ഇതൊക്കെ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ചേച്ചി പെട്ടെന്ന് ഒരു വീഡിയോ കാണിച്ചു തരട്ടെ. ഓക്കെ, എന്തോ ആ പിടിക്കാൻ വന്നു. ഓക്കെ, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ പ്ലീസ്. ഒരു പടം ഞാൻ കണ്ടിട്ട് എനിക്ക് മനസ്സ് ഭയങ്കര ഡിസ്റ്റർബായി. കല്യാണമേ കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു പോയി പടം. ആ പടം കണ്ട് എനിക്ക് എന്റെ കല്യാണ ജീവിതം ആലോചിച്ച് ഞാൻ ഛർദ്ദിക്കുകയാണ് ചെയ്തു. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഈ കുട്ടി എന്തൊക്കെയോ പറയുന്നു. ഞാനിതിന് ഉത്തരവാദിയല്ല. ഉണ്ണിമുക്കുന്നൻ അവർകളെ ഒന്ന് എനിക്കൊന്ന് പഞ്ചാബി ഹൗസിൽ അഭിനയിച്ചുല്ലേ? സയ്യാവേ പഞ്ചാബി ഹൗസാ ഞാൻ ജാക്സൺ അല്ലടാ ആ പാട്ട് എല്ലാരും എനിക്കറിയാം. കവിത ബൈജു, അനസ്വര, ബേസിൽ ജോസഫ്, പ്രണവ് മോഹൻലാല്, കല്യാണി. അപ്പോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഉണ്ണി മുകുന്ദനോട് ചെറിയൊരു ക്രഷ് ഉണ്ടെന്നാണ് പറഞ്ഞു വന്നേക്കുന്നത്. എനിക്ക് നിറയെ പേരുടെ ക്രഷ് ഉണ്ട്. ഉണ്ണി മുകുന്ദൻ ഒരാള്, രണ്ടാമത് മൂന്നാമത് നാലാമത് சொல்ல முடியுமா? சொல்ல முடியும். ഫസ്റ്റ് ഉണ്ണി മുകുന്ദൻ, സെക്കൻഡ് വന്ന് ധ്രുവ് വിക്രം, തേർഡ് വന്ന് മലയാളികളെ കുറെ പേരുണ്ട്. ആസിഫ് അലി. ആ കല്യാണം കഴിഞ്ഞു, കുഴപ്പമില്ല. ബട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ റീസെന്റ് ഇത് സന്ദീപ്, നമ്മുടെ എക്കോയിലെ സന്ദീപ്, പടക്കളം സന്ദീപ്. ഓക്കെ, എന്തുകൊണ്ടാണ് സന്ദീപിനെയും ധ്രുവ് വിക്രമിനെയും ഒക്കെ ഇത്ര ഇഷ്ടപ്പെടുന്നത്? കാരണം ലെന ചേച്ചി പറഞ്ഞു, അല്ല ഹസ്ബൻഡ് പറഞ്ഞു, ലെന ചേച്ചിയുടെ കണ്ണ് കണ്ടപ്പോഴാണ് ആ ഫയർ കിട്ടിയത്, എന്താ ഒരു വൈബ് കിട്ടിയെന്ന്. എന്തുകൊണ്ടാണ് ഈ ധ്രുവ് വിക്രമിനും സന്ദീപിലും ഒക്കെ ആ ഫയർ കണ്ടത്? എങ്ങനെയാണ്? ഞാനേതോ അവരെ കണ്ട് കല്യാണം കഴിച്ച മാതിരി അവർ കല്യാണം കഴിച്ചു ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. എനിക്കൊന്ന് ക്രഷാണ്. ഇനി ഞാൻ ഫോട്ടോയിലെ കണ്ടിട്ടില്ല, നേരത്തെ കണ്ടല്ലേ പറയുന്നത്. അപ്പൊ ഇപ്പൊ ധ്രുവ് വിക്രം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ധ്രുവ് വിളിക്കുകയാണ്, ഞാൻ റെഡിയാണ് ശിവാംഗി, നീയുമായിട്ട് എന്തോ ഒരു അലിയൻസിന് ഞാൻ റെഡി അമ്മ എന്ന് പറഞ്ഞു വിളിച്ചാൽ എന്ത് പറയും? സോറി, ഐ എം ഓൾറെഡി ടേക്ക് എന്ന് അവര് പറയും. ആര്? ധ്രുവോ? അയ്യോ. ഓക്കെ, ഇത് എഡിറ്റ്. ഓക്കെ, സന്ദീപ് വന്നാൽ എന്ത് ചെയ്യും? സന്ദീപ് വന്നാൽ ഞാൻ സന്ദീപിന്റെ അടുത്ത് പോയി, എനിക്ക് ഒന്ന് ഭയങ്കര ഫാനാ, എനിക്ക് നിങ്ങളുടെ പടക്കളം ഭയങ്കര ഇഷ്ടമായി, എസ്പെഷ്യലി ആ 3 റോൾ ഡിഫറെന്റാ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഒരുമാതിരി ആയിപ്പോയി, അങ്ങനെ എന്നൊക്കെ ഞാൻ പറയും. ഇത്രയും പറയുമ്പോൾ തന്നെ സന്ദീപ് ഫ്ലാറ്റ്. അല്ല, ഇനിയിപ്പോ ഉണ്ണി മുകുന്ദൻ ആണെങ്കിലോ? അയ്യോ, ഉണ്ണി മുകുന്ദൻ എന്റെ ചൈൽഡ്ഹുഡ് ക്രഷ്. എനിക്ക് കണ്ടാലേ അത്ര വലിയ ഹൈറ്റ് ബോഡി എല്ലാം കണ്ടാലേ ഞാൻ വന്ന് ആയിപ്പോവും. ആ കണ്ണാണോ ചിരിയാണോ ഉണ്ണിയുടെ ഇത്രയും അട്രാക്ട് ചെയ്തത്? ഫേസ്. എല്ലാരും ഇപ്പോ ബോയ്സ് എല്ലാം വന്ന് ഗേൾസിന്റെ കണ്ണ്, മൂക്ക് അങ്ങനെയൊക്കെ പറയും. പക്ഷെ എനിക്ക് ഓവറോളാ കണ്ട ഒരു ജഡ്ജ്മെന്റ് ആണ് എപ്പോമേ. ഉണ്ണി ഓവറോൾ ഉണ്ണിക്ക് ഒരു മാർക്ക് ഇടുകയാണെങ്കിൽ 9.5 മാർക്ക് ഔട്ട് ഓഫ് 10 അല്ലേ ശിവാംഗി? ഞാനാരാ മാർക്ക് ഇടാൻ? മാർക്ക് ഇടുന്നില്ല നമ്മൾ. ഇല്ല, ദൈവം സൃഷ്ടിച്ചതാണ്, നമ്മൾ മാർക്കിട്ട് അതിനെ വന്ന് ചെയ്യാൻ പാടില്ല. എനിക്ക് ഒരുപാട് എൻ്റെ കുട്ടിയുടെ അടുത്ത് നിന്ന് പഠിക്കാനുണ്ട്. അപ്പൊ മാർക്കൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഉണ്ണി ഇപ്പൊ ഉണ്ണി അത് കൈ തട്ടിയത് ബിബിൻ ജോർജ് ഓൾറെഡി മാരീഡ് 3 കിഡ്സ് പോയി വിട്ട്, അത് ഓൾറെഡി ടേക്കൺ, ടു മച്ച് ടേക്കൺ, വിട്ടേക്കു ഞങ്ങള്. ഓക്കെ, അപ്പൊ സന്ദീപും ഉണ്ണി മുകുന്ദനും ഒരുമിച്ച് വന്നു, എന്ത് ചെയ്യും? അത്രയുള്ളൂ, ഞാൻ രണ്ടുപേരുടെ കൂടെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കും. കല്യാണത്തിലേക്കൊന്നും കടക്കില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യോ? എടുത്തോണ്ടേ പോയി. അപ്പൊ അത് ക്രീപ്പി ബിഹേവിയർ. അത് അപ്പൊ ഞാൻ ചോദിക്കട്ടോ ഒരു കാര്യം, ജെൻസി കുട്ടികളുടെ ചോദ്യമാണ്, സിറ്റുവേഷൻഷിപ്പോ റിലേഷൻഷിപ്പോ? ഞാൻ ജെൻസി ആയിരുന്നാലുമേ ഞാൻ ഒരു ഭയങ്കര ഓൾഡ് സ്കൂൾ കുട്ടിയാണ്. എനിക്ക് വന്ന് ഇങ്ങനെ സ്മോൾ തിങ്സ് മാറ്റേഴ്സ് ടു മീ ലോട്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ എന്താ പറയണ്ടേ, എനിക്ക് റിലേഷൻഷിപ്പ് അത് സിറ്റുവേഷൻഷിപ്പ്, അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പേ സിറ്റുവേഷൻഷിപ്പ് മാതിരി ആയിക്കൊണ്ടിരിക്കാൻ. റിലേഷൻഷിപ്പിലിരിക്കുമ്പോഴേ ഇത് വന്ന് എന്ത് കല്യാണം കഴിക്കോ ഇല്ലയോ, ഇത് എവിടേക്ക് പോകുന്നോ ഇല്ലയോ, ശരി ഇപ്പോഴേക്ക് ചുമ്മാ ജാലിയായിരിക്കാം, അങ്ങനെയാണ് ഇപ്പം എല്ലാം പോകുന്നത് റിലേഷൻഷിപ്പ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഐ സ്റ്റിൽ വാണ്ട് ദറ്റ് റീഅഷ്യൂറൻസ്, ദറ്റ് ടൈം, അറ്റൻഷൻ. അതിപ്പോൾ ഭയങ്കര ഒരുമാതിരി ലാക്കിംഗ് ഉണ്ട്. ഓ അങ്ങനെ. ബെഞ്ചിങ്ങിൽ വല്ല താല്പര്യമുണ്ടോ? എന്ത് ബെഞ്ചിങ്? ബെഞ്ചിങ്ങാ?
അങ്ങനെ ഓ നല്ല കുട്ടി കേട്ടോ. എന്റെ ചേച്ചിക്കറിയാം ബെഞ്ചിങ് എന്താ. ബെഞ്ചിങ് അല്ലെ, ബെഞ്ചിങ് എന്നൊരു സാധനമുണ്ട്, ബിബിൻ അറിയാം ബെഞ്ചിങ്. അതായത് ഒരു ബെഞ്ചിൽ നമ്മൾ 3-4 പേരെ ഇരുത്തുന്നത് പോലെ നമ്മളിങ്ങനെ സ്റ്റാൻഡ് ബൈ വെക്കും. ഒരാൾ പോയാൽ അടുത്ത ആള്, അടുത്ത ആള് പോയാൽ അടുത്ത ആള്. അത്ര ടാലന്റ് എനിക്കില്ല. അതായത് നമുക്കെല്ലാം നൈറ്റ് ഉറങ്ങാനേ ടൈമില്ല. ഇതിൽ 3 പേരെ നിൽക്ക വെച്ച് അവൻ്റെ ഉറക്കം കെടുത്തി വൈ. ഈ പാപം, ഇത്ര പാപം നമുക്ക് ആവശ്യമില്ല. അത്രയും പാവം വേണ്ട. എന്നാലും ഒരു പയ്യനെ കണ്ടു, ഈ പറഞ്ഞു ഒരു പയ്യനെ കണ്ടിട്ട് ഫസ്റ്റ് ലുക്കിലെ ഒരു ഓക്കെ ആയി. എങ്ങനെ, ഹൗ വിൽ യു അപ്രോച്ച് ദാറ്റ് ഗൈ? ഞാൻ അപ്രോച്ച് ചെയ്യില്ല ഇനിമേ. ബിക്കോസ് ഞാൻ അപ്രോച്ച് ചെയ്തല്ലേ എനിക്ക് തന്നെ തേച്ചിട്ട് പോയി. റിയലി? ഇത്രയും സൗന്ദര്യമുള്ള, ഇത്രയും കഴിവുള്ള കുട്ടീനെ ആരാണ് തേച്ചത്? സൗന്ദര്യമല്ല, ഇപ്പോഴാണ് വരാൻ തുടങ്ങിയത്. പണ്ടെല്ലാം കുറച്ച് ഓക്കെ തന്നെയായിരുന്നു ഞാൻ. സൗന്ദര്യം കുറച്ച് ഇപ്പോൾ കുറച്ച് 26-27 വയസ്സിലാവുമ്പോൾ നമുക്ക് മെച്യൂരിറ്റി വരില്ലേ, അപ്പോഴാണ് വരാൻ തുടങ്ങി. അതിനു മുമ്പ് ആരത്? ബിബിൻ ജോർജിനെ സഹിക്കുന്നില്ല. അതാ നിങ്ങൾ കുറച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നു. എന്നാലും സൗന്ദര്യം, അപ്പൊ ഇത്രയും സൗന്ദര്യം, കഴിവ്, ഇത്രയും സമ്പാദിക്കുന്ന വലിയ കാറൊക്കെ എടുത്തത് ഞാൻ കണ്ടു. ബെൻസോ കണ്ടുകൊണ്ടോ? അത് എല്ലാവരും വിചാരിക്കും ഞാൻ ഏതോ ഒറ്റ കാശുണ്ട്, ലോണിലുണ്ട്, അതുകൊണ്ട് ലോണുണ്ട്, കുഴപ്പമില്ല, ലോണുണ്ട്. പ്ലസ് ഞാൻ ആ കാശ് എൻ്റെ കല്യാണത്തിന് ചേർത്ത് വെച്ച കാശാണ് FD-യിൽ. ഞാൻ വിചാരിച്ചു 25 വയസ്സിനുള്ളിൽ കല്യാണമായി, 27 വയസ്സിനുള്ളിൽ ഒരു അമ്മയാവണം, 30 വയസ്സിൽ ഇനിയൊരു കുട്ടി ഉണ്ടാക്കണം. അതോടെ എൻ്റെ പ്ലാൻ എങ്ങനെയായിരുന്നു? 25 വയസ്സിൽ കല്യാണം നടന്നില്ല, കാശുണ്ടായിരുന്നു, കാർ വാങ്ങി. ഇതാണ് സ്റ്റോറി. ഓ സെമ്മ പ്ലാനിങ് മച്ചാ. ഞാൻ പോലും 35 വയസ്സായി, ഇപ്പോഴും പിള്ളേരെ പറ്റി പ്ലാനിങ് തുടങ്ങുന്ന പോലും ഇല്ല. ഓ മൈ ഗോഡ്. എന്നിട്ട് എത്ര കുട്ടികളാണ് വേണം എന്ന് ആലോചിച്ചിരുന്നത്? അപ്പൊ 26-ല് 1, 30-നുള്ളിൽ 2 ഫിനിഷ് ലൈഫ്. ഓക്കെ, അങ്ങനെ 30-ല് 2 ഫിനിഷ് ഇല്ലേ? അതെ, ഈ ഉലകത്തില് 2 പേരെ, അതായത് ഒരാളെ വാക്കുന്നതേ ഇന്ന് ഇതാണ്ട്. ഇന്നാണ് ഞാൻ വന്ന് ഒരു LKG പ്ലാൻ ചോദിച്ചത്. LKG-ന് 1.5 ലക്ഷം രൂപയാണ് ഇന്ന് ഫീസ്. അപ്പൊ എങ്ങനെ ഞാൻ വന്ന് എല്ലാവർക്കും ഇത്ര കുട്ടികളെ ഉണ്ടാക്കി അവർക്ക് കാശ് കൊടുക്കും? 12 അത് കോളേജെല്ലാം വന്ന് ഇത് 4th ഇയർ വരെ പഠിക്കണം. ഇതിൽ വേറെ മാസ്റ്റേഴ്സ് പഠിച്ചിട്ട് പോലും ചില പേർക്ക് ഇന്ന് ജോലി വേറെ കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? 2 കുട്ടികൾ മറ്റും പോതും. അങ്ങനെയല്ല, ഞാൻ വന്ന് 1-2 നോക്കാം. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്, വിഷ്ണു. ഇതെല്ലാമേ കേട്ട് പഠിക്കുങ്കോ കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും ശിവാംഗി ഇനി ഒരുപാട് സംസാരിക്കണം എന്നുണ്ട്. എന്നാലും വിശേഷങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, വെയിറ്റ് ചെയ്യട്ടെ. ഒരു സർപ്രൈസ് ഉണ്ട്. ഓക്കെ, സർപ്രൈസ് ഉണ്ടാ? ആരെങ്കിലും കൂട്ടിട്ട് വരുന്നുണ്ടാ? അത് വെയിറ്റ് ചെയ്യണം, അത് ഞങ്ങളിപ്പോൾ പറയത്തില്ല. ഓക്കെ 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 ഓക്കെ. അപ്പോൾ വലിയൊരു കൈയടി കൊടുത്തോണ്ട്. ഒരു മിനിറ്റ്, ഞാൻ അവാർഡ് വാങ്ങിയതിന് നന്ദിയേ പറഞ്ഞില്ല. ഓക്കെ, സോ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് മികപ്പെരിയ ഒരു നന്ദി. എന്തിനാ? അവരുടെ ഇൻ്റർവ്യൂ കാരണം എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് കേരളത്തിൽ നിന്ന് എനിക്ക് കിട്ടി. 1 ഈസ് ലവ്ലി മൂവി വന്ന് ആ പടം ലവ്ലി മൂവി ഓപ്പർച്യൂണിറ്റി കിട്ടി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറേ ഇവിടെ ഷോസ് എല്ലാം പാടാൻ, കേരളത്തിൽ ഷോസ് എല്ലാം പാടാൻ എനിക്ക് വന്ന് ഓപ്പർച്യൂണിറ്റി കിട്ടി. കുറേ ഇൻ്റർവ്യൂസ് അതിനു മുമ്പ് കൊടുത്തിരുന്നു. ബട്ട് മൈൽ സ്റ്റോണിൻ്റെ ഇൻ്റർവ്യൂ അങ്ങനെ ഒരുമാതിരി ബാങ് അങ്ങനെ ഒന്നായിപ്പോയി. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് കെന്നന് നന്ദി പറയണം. എന്തിനാ അന്ന് തീരെ മൂഡ് ഓഫ് ഇല്ല എനിക്ക് ഇൻ്റർവ്യൂ തരാൻ, മൂഡ് ഓഫ് എനിക്ക്. എന്നാൽ കെന്ന വന്ന് ജാലിയെന്നോ എൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ട് ഞാനും ജാലിയായിപ്പോയി. അതാണ് നിങ്ങൾ കാണുന്ന ഇത്തരം വ്യൂസ്. സോ താങ്ക് യു സോ മച്ച് കെന്ന ആൻഡ് കെന്നയുടെ ഹസ്ബൻഡ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മലയാളി മക്കളിന് എനിക്ക് വന്ന് മികപ്പെരിയ ഒരു താങ്ക്സ്. എന്തിനാ ഞാനെല്ലാം മുമ്പ് കൊച്ചിയിൽ ലുലു മാളിലെല്ലാം പോകുമ്പോൾ ആരെങ്കിലും വന്ന്, കൊച്ചിയിലെല്ലാം എന്നെ അറിയില്ല, കേരളയിലെല്ലാം അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മേ ബി 1 ഡേ കേരളത്തിൽ എന്നെ ആരെങ്കിലും തിരിച്ചറിയണം, അങ്ങനെ ഞാൻ വന്ന് മാനിഫെസ്റ്റ് ചെയ്തിരുന്നു 4 years ബാക്ക്. അപ്പോൾ വന്ന് ബട്ട് ഇപ്പോൾ ഞാൻ വന്ന് ചെന്നൈയിൽ നിന്ന് കൊച്ചിക്ക് ഒരു ഫ്ലൈറ്റ് കയറുമ്പോഴേ എല്ലാവരും വന്ന് എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു. സോ എനിക്ക് അതിനെല്ലാം വന്ന് കേരള മക്കളിന് ഭയങ്കര നന്ദി, കേരള പ്രേക്ഷകർക്ക് ഭയങ്കര നന്ദി, ദൈവത്തിന് നന്ദി, എൻ്റെ അമ്മാന് നന്ദി. എൻ്റെ അമ്മയാണ് എല്ലാം കേരള എന്ന് മലയാളികളെ വിടല്ലേ എന്ന് എൻ്റെ അമ്മയാണ് പറഞ്ഞത്. സോ എൻ്റെ അമ്മയ്ക്ക് മികപ്പെരിയ നന്ദി. എൻ്റെ അമ്മേനെ ഇത് കാണാൻ പറ്റിയില്ല. ആൻഡ് ഇത് ഞാൻ കേരളത്തിൽ വാങ്ങുന്ന ഫസ്റ്റ് അവാർഡ്. സോ അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഇനി കുറേ അവാർഡ് ഞാൻ കേരളത്തിൽ വാങ്ങിക്കാം. താങ്ക് യു. സൂപ്പർ. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യണം, പോകാൻ പാടില്ല. ഒരു വലിയ സർപ്രൈസ് ശിവാംഗിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എത്ര പേരെ തേച്ചിട്ടുണ്ട്, എത്ര പേര് തേച്ചു എന്നൊക്കെ നമുക്ക് അപ്പോൾ അറിയാം. എന്താ തേച്ചു പറഞ്ഞാൽ അയണിങ്, മീൻ ബ്രേക്കപ്പ്, ബിട്രയൽ. ഓക്കെ ശരി. ഓക്കെ താങ്ക് യു. അപ്പോൾ അടുത്ത സെഷനിൽ
ഞങ്ങൾ വെയിറ്റ് ചെയ്യും.